റഷ്യയിലേക്ക് യുഎസിൻ്റെയും യുകെയുടെയും ദീർഘദൂര മിസൈലുകൾ പതിക്കുന്നു. പിന്നാലെ റഷ്യ ഭൂഖണ്ഡാന്തര മിസൈൽ യുക്രൈനിലേക്ക് അയക്കുന്നു. പുടിൻ ആണവായുധ നയം മാറ്റുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളും പൗരന്മാരോട് യുദ്ധസാഹചര്യങ്ങളെ കരുതിയിരിക്കണം എന്ന് നിർദ്ദേശം നൽകുന്നു. മൂന്നാം ലോക യുദ്ധത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും ദീർഘമായ യുദ്ധമായി യുക്രൈൻ റഷ്യ യുദ്ധം മാറിയിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് കിയവ് കീഴടക്കാം എന്നായിരുന്നു പുടിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും യുക്രൈനെ പിന്തുണച്ചതോടെ യുദ്ധം അനന്തമായി നീണ്ടു. അതിപ്പോൾ 1000 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് യുദ്ധത്തെ പരമാവധി കത്തിച്ചു നിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നത്. അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ ഉപയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകി. യുക്രൈനെതിരെ റഷ്യ ഉത്തര കൊറിയൻ സൈന്യത്തെ ഇറക്കിയ സാഹചര്യത്തിലാണ് വ്ളാഡിമിർ സെലൻസ്കി ബൈഡനോട് സഹായം തേടിയത്. അനുമതി ലഭിച്ച ഉടനെ യുക്രൈൻ യുഎസിൻ്റെയും യുകെയുടെയും ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചു. അമേരിക്ക നിർമ്മിച്ച ആമി ടാക്ടിക്കൽ മിസൈൽ സംവിധാനമാണ് റഷ്യക്കു നേരെ യുക്രൈൻ പ്രയോഗിച്ചത്. റഷ്യയിൽ നിന്ന് നേരത്തെ യുക്രൈൻ പിടിച്ചെടുത്ത കൂസ് മേഖലയിലാണ് യുക്രൈൻ്റെ ആക്രമണം. അമേരിക്കയുടെ മിസൈലിന് പുറമെ യുകെയുടെ സ്റ്റോം ഷാഡോ എന്ന മിസൈലാണ് യുക്രൈൻ റഷ്യക്കു നേരെ ഉപയോഗിച്ചത്. ദീർഘദൂര മിസൈലാണ് സ്റ്റോം ഷാഡോ. 250 കിലോമീറ്റർ ദൂരം വരെ എത്തിച്ചേരാൻ കഴിയുന്ന മിസൈൽ. വലിയ ബങ്കറുകളിലേക്കും വെടിമരുന്ന് കേന്ദ്രങ്ങളിലേക്കും തുളച്ചു കയറാൻ ശേഷിയുള്ളതാണ് സ്റ്റോം ഷാഡോ. യുഎസിൻ്റെയും യുകെയുടെയും മിസൈലുകൾ റഷ്യയിൽ പതിച്ച ഉടനെ പുടിനും തിരിച്ചടിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു റഷ്യ. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഓഷനിക് എന്ന സൂപ്പർസോണിക് മിസൈലാണ് റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചത്. ആണവായുധങ്ങൾ വഹിക്കാനും ഹൈപ്പർസോണിക് വേഗതയിൽ പറക്കാനും ഈ മിസൈലിന് സാധിക്കും. 5800 കിലോമീറ്റർ ദൂരപരിധി കടക്കും. വേണമെങ്കിൽ അമേരിക്കയെ വരെ ആക്രമിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പുടിൻ തന്നെ മിസൈൽ പ്രയോഗം നടത്തിയതായി സ്ഥിരീകരിച്ചു. അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെയുള്ള റഷ്യയുടെ താക്കീതാണിതെന്ന് വ്ളാഡിമിർ പുടിൻ തുറന്നു പറഞ്ഞു. യുക്രൈനെ സഹായിക്കുന്ന ലോകരാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യക്ക് അർഹതയുണ്ടെന്നും അമേരിക്ക ഇങ്ങനെ യുക്രൈനിൽ ഇറങ്ങിക്കളിച്ചാൽ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും പുടിൻ ഭീഷണി മുഴക്കി. പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈനെ സഹായിച്ചാൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ല എന്ന് പുടിൻ ഭീഷണിപ്പെടുത്തുകയാണിപ്പോൾ. റഷ്യ അവരുടെ ആണവ നയം മാറ്റിയതായി ഔദ്യോഗികമായി പുടിൻ പ്രഖ്യാപിച്ചു. ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങൾക്കെതിരെയും റഷ്യക്ക് വേണമെങ്കിൽ ആണവായുധം പ്രയോഗിക്കാം എന്നതാണ് പുതിയ നയം. ആണവായുധങ്ങളുള്ള ഒരു രാജ്യം യുക്രൈനെ സഹായിക്കുകയും അവർ റഷ്യയുടെ പരമാധികാരത്തിനെതിരെ നീങ്ങുകയും ചെയ്താൽ യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കും എന്നതാണ് പുതിയ നയത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ചിലർ കരുതുന്നത്. അതിനിടയിലാണിപ്പോൾ ബൈഡൻ യുദ്ധത്തെ ഇങ്ങനെ പരമാവധി സജീവമാക്കി നിർത്തുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. ഒരു യുദ്ധം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നും അതിനായി കരുതിയിരിക്കണമെന്നും സാധാരണക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും. ട്രംപിൻ്റെ ഒന്നാമത്തെ ടേമിൽ യൂറോപ്പുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപിന് ബന്ധമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഒരു യുദ്ധമുണ്ടായാൽ യൂറോപ്പിനെ സംരക്ഷിക്കേണ്ടത് നാറ്റോ എന്ന സൈനിക സഖ്യമാണ്. നാറ്റോയെ തന്നെ ട്രംപ് പൊളിക്കുമോ എന്ന ഭയം യൂറോപ്പിനുണ്ട്. പുതിയ നാറ്റോ സെക്രട്ടറി മാർക്ക് റുട്ടെ അതിനിടെ ട്രംപിനെ കാണുകയും ചെയ്തു. അപ്പോൾ ട്രംപിൻ്റെ നയമാണോ ബൈഡൻ്റെ നയമാണോ യുക്രൈനിൽ ഇനി നടപ്പിലാകാൻ പോകുന്നത്? രണ്ടാളുടെയും നയം യുദ്ധം നിലനിർത്തുക തന്നെയാകുമോ? അങ്ങനെയാണ് എങ്കിൽ വലിയൊരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? കാത്തിരുന്ന് കാണാം.